നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ ഗുരുദ്വാരകളിലും തിരച്ചിൽ നടത്തിയിരിക്കുകയാണ് US അധികൃതർ. എല്ലാ രാജ്യങ്ങളിൽ നിന്നും, അതിപ്പോൾ ഇന്ത്യ ആണെങ്കിലും ഏത് രാജ്യത്ത് നിന്നാണെങ്കിലും അനധികൃതമായി അമേരിക്കയിൽ വന്ന് താമസിക്കുന്നവരെ എല്ലാം തന്നെ ഉടനടി അവിടെ നിന്ന് ഒഴിവാക്കുമെന്നാണ് ട്രംപ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള നടപടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അമേരിക്കയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്കായുള്ള പരിശോധനയാണ് US വ്യാപിപ്പിക്കുന്നത്. പരിശോധനയ്ക്കായി US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഉദ്യോഗസ്ഥർ ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ഗുരുദ്വാരകളിലെത്തി രേഖകളില്ലാതെ അമേരിക്കയിൽ തങ്ങുന്ന ചില ഇന്ത്യക്കാർ കേന്ദ്രമായി ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ചില ഗുരുദ്വാരകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരുന്നു. തുടർന്നാണ് പരിശോധന നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം ഗുരുദ്വാരകൾ റെയ്ഡ് നടത്തുന്നത് പവിത്രതയ്ക്ക് ഭീഷണിയായി കാണുന്നുവെന്ന് സിഖ് സംഘടനകൾ പറഞ്ഞു. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനത്തിൽ തങ്ങൾ വളരെയധികം ആശങ്കാകുലരാണെന്നാണ് സിഖ് അമേരിക്കൻ ലീഗൽ ഡിഫൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കിരൺ കൗർ ഗിൽ പറഞ്ഞിരിക്കുന്നത്. ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പരിശോധന നടത്തുന്നതിന് ജോ ബൈഡൻ ഭരണകൂടം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നതിനാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. എന്നാൽ ബൈഡൻ ഭരണകൂടത്തിന്റെ ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റദ്ദാക്കി. ഇതോടെയാണ് ഗുരുദ്വാരകൾ ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളിലും ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയത്. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കുറ്റവാളികൾക്ക് ഇനി അമേരിക്കയിലെ സ്കൂളുകളിലും പള്ളികളിലും മറ്റു ആരാധനാലയങ്ങളിലും ഒളിക്കാൻ കഴിയില്ലെന്നും ആഭ്യന്തര സുരക്ഷാ വകുപ്പ് വക്താവ് പറഞ്ഞു. അനധികൃത കുടിയേറ്റക്കാരുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഗുരുദ്വാരകൾ പോലുള്ള ആരാധനാലയങ്ങൾ ലക്ഷ്യമിടാനുള്ള ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനത്തിൽ ആശങ്കയുണ്ടെന്നും സിഖ് അമേരിക്കൻ ലീഗൽ ഡിഫൻസ് ആൻഡ് എഡ്യൂക്കേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. സിഖ് വിശ്വാസത്തിന്റെ പവിത്രതയ്ക്ക് ഇത്തരം പരിശോധനകൾ ഭീഷണിയാകുമെന്നും കിരൺ കൗർ പറഞ്ഞു. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരിൽ ഭൂരിപക്ഷവും ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 1000-ലധികം അനധികൃത കുടിയേറ്റക്കാരെ തിരികെ കൊണ്ടുവന്നതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. അനധികൃത കുടിയേറ്റക്കാർ നടത്തുന്ന കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. നേരത്തെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട നിരവധി ബ്രസീലുകാർ വിമാനത്തിലടക്കം കൊടിയ പീഡനം അനുഭവിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 100-നടുത്ത കുടിയേറ്റക്കാരാണ് അമേരിക്ക നാടുകടത്തിയതിനെ തുടർന്ന് ബ്രസീലിൽ തിരിച്ചെത്തിയത്. സംഭവത്തിൽ ബ്രസീൽ സർക്കാർ അമേരിക്കയുടെ വിശദീകരണം തേടും. കുടിയേറ്റക്കാരോട് കാണിച്ച പെരുമാറ്റം മനുഷ്യാവകാശങ്ങളോടുള്ള ലംഘനമാണെന്നാണ് പറയുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 88 ബ്രസീലുകാർ കൈവിലങ്ങോടെയാണ് വിമാനം ഇറങ്ങിയത്. വിമാനത്തിനുള്ളിൽ AC ഉണ്ടായിരുന്നില്ലെന്നും കുടിവെള്ളം നൽകിയില്ലെന്നും ഇവർ ആരോപിച്ചു. ശുചിമുറിയിൽ പോകാൻ പോലും അനുവദിച്ചില്ലെന്നും ഇവർ പറയുന്നു. US-ലെ അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം വിമർശനം നേരിടുന്നതിനിടെ പണച്ചെലവ് സംബന്ധിച്ചും ആശങ്ക ഉയരുന്നുണ്ട്. പ്രതിരോധ വകുപ്പിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത്. ഉപയോഗിക്കുന്നതാകട്ടെ സൈനിക വിമാനങ്ങളും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ചാർട്ടേഡ് ചെയ്യുന്ന വിമാനങ്ങളെക്കാൾ ഇതിന് ചിലവ് കൂടുതലാണെന്നും റിപ്പോർട്ടുകൾ ഉയരുന്നു.